ഒരുമിച്ച് സമരം നടത്തിയിട്ടുണ്ട് എന്റെ പറവ്. കാരണം 23,000 രൂപയ്ക്ക് ഒരു സെന്റിന് സ്ഥലം എടുക്കാൻ വന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞു, എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് വന്നപ്പോൾ ഞാൻ സമരസമിതിക്കാരെ വിളിച്ചു പറഞ്ഞു, നല്ല പൈസ കിട്ടും, നല്ല പൈസ, നല്ല മാന്യമായത് കിട്ടും, ഇരട്ടി പൈസ കിട്ടും. വീടിന് 1000 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ 25 കൊല്ലം മുമ്പ് പണിത വീടാണെങ്കിലും ആ ഇപ്പോഴത്തെ വില കണക്കാക്കുകയും അതിന്റെ 100% സൊല്യൂഷൻ കിട്ടും. ആളുകൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ സ്ഥലം ഏറ്റെടുത്തപ്പോൾ. അതിനുള്ള അന്തരീക്ഷം ഉണ്ടായത് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് ആണ്. അല്ലാതെ CPM-ഉം BJP-യും കോൺഗ്രസും ഒക്കെ സമരം നടത്തി പണ്ട്. അത് അന്വേഷിക്കേണ്ടതാണ്. കേന്ദ്രമന്ത്രിയാവുമ്പോൾ ഉത്തരവാദിത്തത്തോടുകൂടി പറഞ്ഞതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ സുരേഷ് ഗോപിയുടെ പ്രസ്താവന കണ്ടു, അത് അടിയന്തരമായി അന്വേഷിക്കണം. DPR മാറ്റേണ്ട സാഹചര്യം എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്, ആരാണ് ഇടപെടുന്നത്. ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഒരാൾ ശ്രദ്ധിച്ചില്ല. സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്ര NHAI ആയിട്ട് ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. റീലെടുക്കലോ മാത്രം ഉണ്ടായിരുന്നു, കോർഡിനേഷൻ ഉണ്ടായിരുന്നു. കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും പറഞ്ഞു കേരളത്തിന്റെ പ്രത്യേകത എന്താ, നിങ്ങൾ പ്ലാനിംഗ് ബോർഡിൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കും. സോയിലിന്റെ മണ്ണിന്റെ പരിശോധന കേരളത്തിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ മണ്ണിന്റെ ഘടന മാറുകയാണ്. 2 ലക്ഷത്തിലധികമുള്ള സോയിൽ ടെസ്റ്റുകളുടെ റിപ്പോർട്ട് നമ്മുടെ പ്ലാനിംഗ് ബോർഡിലുണ്ടായിരുന്നു. അപ്പോ ഇത് മണ്ണ് പരിശോധിക്കാതെ സോയിൽ ടെസ്റ്റ് നടത്താതെ ഈ സാധനം കെട്ടിവെക്കുകയാണ് പലയിടത്തും. മനസ്സിലായില്ല, പില്ലർ ഉണ്ടാക്കി വെക്കുക, എല്ലാം ഇടിച്ചു പൊളിച്ച് വീഴും. മണ്ണ് പരിശോധന നടത്താതെ ചെയ്യാൻ പാടില്ല. മണ്ണെന്ന് വെച്ചാൽ കേരളത്തിൽ കാസർഗോഡ് വിട്ട് തിരുവനന്തപുരം വരെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ മണ്ണിന്റെ ഘടന മാറുക. അതൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്. മറ്റൊരു കാര്യം, സൈദ്ധാന്തികനെ രാജ്ഭവനിൽ കൊണ്ടുവന്ന ഗവർണർ സിന്ധുവുമായി ബന്ധപ്പെട്ട കാര്യം വിശദീകരിച്ചു. അതിനകത്ത് സംസ്ഥാന ഭാഗത്ത് പ്രതികരണം പോലെ ഗവർണറെ വളർത്തുന്നതായി ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിച്ചു. ചെയ്യാൻ പാടില്ല. രാജ്ഭവൻ ഇത്തരം രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയാക്കാൻ പാടില്ല. സർക്കാർ പ്രതിഷേധിക്കുമെന്ന് ഞാൻ കരുതിയത്. ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ആ പ്രതിഷേധം ഗവർണറെ അറിയിക്കണം, മുഖ്യമന്ത്രി അറിയിക്കണം, മുഖ്യമന്ത്രി പോയി അറിയിക്കണം. ചെയ്തില്ലല്ലോ. ഇപ്പോഴും അതിന്റെ കൂടെയാണ്. ഇവരെല്ലാം ഒരുമിച്ച് ഒരേ വണ്ടിയിൽ ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്നവരാണെന്നുള്ളതിൽ വല്ല വ്യത്യാസമുണ്ടോ? ഞങ്ങൾ പറയുമ്പോഴല്ലേ പ്രശ്നം, ഞങ്ങൾ പറയുമ്പോഴല്ലേ സത്യം. ഒരു തോണിയിൽ യാത്ര ചെയ്യാണ് ഒരു RSS നേതാവ്. നിങ്ങളൊരു മിലിറ്ററി എക്സ്പെർട്ടിനെ കൊണ്ടുപോവാ, നിങ്ങളൊരു ഫോറിൻ അഫയേഴ്സ് എക്സ്പെർട്ടിനെ കൊണ്ടുപോവാ, എന്നിട്ട് ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് സംസാരിച്ചോ. നമുക്ക് ആർക്കും യാതൊരു വിരോധമില്ല. കൊണ്ടുവന്നിട്ട് രാഷ്ട്രീയ പ്രസംഗമാണ്. രാജ്ഭവന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ച് സംസാരിച്ചു ഈ RSS നേതാവ്. മുൻ പ്രധാനമന്ത്രിമാരെ ഇന്ത്യയുടെ വളരെ മോശമായി സംസാരിച്ചു. എന്ത് അവകാശമാണ് രാജ്ഭവൻ അത്തരം രാഷ്ട്രീയ പ്രസംഗം നടത്താൻ വിട്ടുകൊടുക്കാൻ? അത് തികഞ്ഞ അനൗചിത്യമാണ്. അത് ഗവർണറെ ബോധ്യപ്പെടുത്തണം സംസ്ഥാന സർക്കാർ. ധൈര്യം ഉണ്ടാവില്ല ഇപ്പൊ. അതാണ് പ്രശ്നം. റോഡിന്റെ വിഷയത്തില് മറ്റിടങ്ങളിൽ ഇടിഞ്ഞു വീഴാത്ത പരിശോധന നടത്തണം. ഞാൻ പറഞ്ഞത് പരിശോധന നടത്തണമല്ലോ. ഇപ്പോ ഞാനും അയച്ചിട്ടുണ്ട് കത്ത്. നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് കത്ത്. പേടിച്ചിരിക്കുന്നു. മാത്രമല്ല ധാരാളം കനാലുകൾ, തോടുകളൊക്കെ അടഞ്ഞുപോയി, കനാലുകളെല്ലാം അടഞ്ഞുപോയി. ഭയങ്കര അശാസ്ത്രീയമാണ്. ഞാൻ എന്റെ നിയോജകമണ്ഡലത്തിൽ പോലും ഭയന്നായിരിക്കുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഹൈവേ നിർമ്മാണത്തിന്റെ പ്രദേശത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് അറിയിക്കും. വേറൊന്നുമില്ല. നിങ്ങളോടൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഇന്നലെ KPCC യോഗം കഴിഞ്ഞപ്പോൾ കുറെ പേര് പുനഃസംഘടന ഉണ്ടാവില്ല, നിങ്ങളങ്ങ് തീരുമാനിക്കുകയാണ്. ഞാൻ പറയാണ്, KPCC പ്രസിഡന്റാണ് പറയുന്നത്, ഇന്നലെ അങ്ങനെ ഒരു ചർച്ചാ മീറ്റിംഗിൽ നടന്നിട്ടേ ഇല്ല ഒന്ന്. എന്നിട്ട് ഇന്നുമായിട്ട് ആ വാർത്ത കൊടുത്തിട്ട് ഉച്ചയായപ്പോൾ പറയാണ് കേരള നേതാക്കളെ മറികടന്ന് പുനഃസംഘടന നടത്താൻ ഹൈക്കമാൻഡ്. ഞാൻ ചോദിക്കട്ടെ, കുറച്ച് ചാനലുകൾ, കുറച്ച് മാധ്യമങ്ങൾ CPM-ന്റെ പിണിയാളുകളായി പ്രവർത്തിച്ച് കോൺഗ്രസിൽ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കട്ടെ. ഞങ്ങൾ ചർച്ച ചെയ്യാത്ത കാര്യമാണ് പുനഃസംഘടന. അതായത് നടക്കൂലെന്ന് നിങ്ങൾ പറയുക, പിറ്റേ ദിവസം ഹൈക്കമാൻഡ് നടത്തുമെന്ന് പറയുക. നിങ്ങൾ ഇനിയും നിങ്ങൾ KPCC പ്രസിഡന്റ് തീരുമാനിച്ച് കുറെ പേര് വഷളായതാണ്. ഇനി നിങ്ങളുടെ വിശ്വാസ്യത എല്ലാവരോടും അല്ല ഞാൻ പറഞ്ഞു, ചെയ്യുന്നവർക്ക് അറിയാം ആരാണിത് ചെയ്ത്. നിങ്ങളുടെ വിശ്വാസ്യത ദയവ് നിങ്ങൾ കളയായിരിക്കും. നമുക്കെങ്കിലും ഒരു വാർത്ത കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നണം. നിങ്ങളെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാനൽ കാണുമ്പോൾ മാറ്റാൻ നമ്മളെയും കൊണ്ട് തോന്നിപ്പിക്കും. വിശ്വാസ്യത, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ കളയരുത്. നിങ്ങൾക്ക് എന്ത് കോൺഗ്രസിന്റെ പുറകെ എങ്ങനെ നടക്കണം? ഞാൻ എന്തിനാ കോൺഗ്രസിന്റെ പുറകെ എങ്ങനെ നടക്കണം? ഇല്ലാത്ത കഥകൾ കോൺഗ്രസിനെ കുറിച്ച് ഉണ്ടാക്കുന്നുണ്ട്.
ഞങ്ങളെല്ലാം കൂടി ഇന്നലെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു. വാർത്ത വന്നിട്ട് പുനഃസംഘടന ഇല്ലാതെ ഇന്നലത്തെ യോഗം തീരുമാനിച്ചത്. ഇന്നലത്തെ യോഗം അതിനാണ് വിളിച്ചു കൂട്ടിയത്. ഇന്നലത്തെ യോഗത്തിൽ ആ വിഷയം ചർച്ച പോലും വന്നിട്ടില്ല. നിങ്ങളിങ്ങനെ ഓരോ കഥകൾ ചമയുക, നിങ്ങളുടെ വിശ്വാസത്തെ കളയല്ലേ എന്നൊരു, ഞാൻ പറഞ്ഞല്ല വിമർശനമല്ല, പരിഭവം. പുനഃസംഘടനാ ചർച്ചകൾ തുടങ്ങി തോന്നുന്നു. അതൊക്കെ ഉചിതമായ സമയത്ത് നേതാക്കൾ കൂടിയിരുന്ന് ഉചിതമായ തീരുമാനമെടുക്കും. അതൊക്കെ ആഭ്യന്തരമായ പ്രശ്നങ്ങളല്ലേ. നിങ്ങളോടൊന്ന് രാവിലെ വന്ന് കോൺഗ്രസ് പുനഃസംഘടനയെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഓരോ സ്ഥലത്ത് DCC പ്രസിഡന്റിനെ ഉണ്ടാക്കണം, 4-5 പേരെ ആളുകൾ ചിരിക്കുന്നുണ്ടെന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചെയ്യുന്നവർ എല്ലാവരും അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ വിമർശിക്കില്ല. മാധ്യമങ്ങൾ സ്വാഗതം ചെയ്യില്ല. നിങ്ങൾ എന്നെ വിമർശിച്ചാൽ തന്നെ ഞാൻ നോക്കും, അല്ലാതെ കറക്റ്റ് ചെയ്യാണ്ടാന്ന് നോക്കുന്നതാണ്. ഇത് പരിഭവമാണ് ഞാൻ പറഞ്ഞത്.